തൊട്ട് കുറേ ചെറിയ കമ്പനിയുണ്ട്. രണ്ടുപേരുണ്ട്, കൊച്ചു കമ്പനുണ്ട്. രാവിലത്തെ മോർണിംഗ്. ഓക്കെ. ബാക്കിലോട്ട് നിന്നാണേ. ഇപ്പോൾ കണ്ട ഭീതി പടർത്തുന്ന ദൃശ്യങ്ങൾ ചിറ്റാർ ഊരാമ്പാറയിൽ നിത്യസംഭവമായിരുന്നു. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് വരെ ചിറ്റാറിൽ കാണുന്ന നിത്യേന കാഴ്ച. ഇപ്പോൾ ഞാൻ ഈ കടന്നു വരുന്നത് ആനത്താരയാണ്. അതായത് ആനത്താര വനത്തിനുള്ളിലെ ആനത്താരയല്ല, പകരം റോഡിൽ. അതായത് നമ്മളിപ്പോൾ ഈ കിടക്കുന്ന ഈ സ്ഥലം കണ്ടില്ലേ, ഇതുപോലെ ദിവസവും ആന കടന്നു പോകുകയും രണ്ട് ഭാഗത്തായി നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച. എന്നാൽ ഇപ്പോൾ ചിറ്റാറിൽ ആനയില്ല, ആന ഇറങ്ങുന്നില്ല എന്നാണ് ചിറ്റാറിൽക്കാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നമ്മളൊപ്പം ചിറ്റാർ നിവാസികളും അവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ ചേരുന്നുണ്ട്. ഈ ചിറ്റാറിലെ ഞങ്ങൾ പറഞ്ഞു വന്നത് ആന നിത്യേന ഇറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ അല്ലേ? എന്തായിരുന്നു ആ കാലത്തെ പറ്റി പറഞ്ഞത്? ഇത് ഊരാമ്പാറ എന്ന് പറയുന്നൊരു പ്രദേശമാണ്. നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന റോഡ് വടശ്ശേരിക്കര ആങ്ങമൂഴ് റോഡാണ്. 1.5 മാസം മുമ്പ് വരെ ഇതിന് അക്കരെയുള്ളൊരു മല അള്ളുങ്കൽ വനമേഖലയാണ്. അവിടെ നിന്ന് 2 കൊമ്പന്മാർ ഇതിന് തൊട്ടടുത്തൂടെ കക്കാട്ടാർ പോകുന്നുണ്ട്. ആ കക്കാട്ടാർ മുറിച്ച് കടന്ന് അള്ളുങ്കൽ വനമേഖലയിൽ നിന്ന് ഇറങ്ങി കക്കാട്ടാർ മുറിച്ച് കടന്ന് ഇതുവഴി കടന്നു പോകുന്നൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. എല്ലാ ദിവസവും സമയം കൃത്യമായി പാലിക്കുന്ന രീതിയിലാണ്. രാവിലെ 6:45 അങ്ങോട്ട് പോകാന, വൈകിട്ട് 7 മണിയോടനുബന്ധിച്ച് തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ആനയെ കാണാൻ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അവിടെയും ഈ ഭാഗത്തുമൊക്കെ വന്ന് തമ്പടിക്കുന്നുണ്ടായിരുന്നു. വനപാലകരുടെ സംഘം ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ റോഡിൻ്റെ 2 ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിറ്റാർ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് വിങ്ങും ഇവിടെ ജനങ്ങളുടെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആനയുടെ സന്ദർശനം നിത്യമായപ്പോൾ ഈ വിഷയം ബഹുമാനപ്പെട്ട MLAയുടെ ശ്രദ്ധയിൽ ഞങ്ങളത് പെടുത്തി. ഉടൻ തന്നെ അദ്ദേഹം ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ സീതത്തോട് പഞ്ചായത്താണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, സീതത്തോടിലെ ജനപ്രതിനിധികളെയും ചിറ്റാറിലെ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒരു യോഗം ചിറ്റാറിൽ ചേർന്നു. ആ ഒരു യോഗമാണ് സത്യത്തിൽ ഇവിടെ ഒരു ശാന്തത ഉണ്ടാക്കിയത്. ആ യോഗത്തിൽ വെച്ച് തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഈ കക്കാട്ടാറിൻ്റെ തീരത്ത് ഈ വനം മുറിച്ച് കടന്നു വരുന്ന കൊമ്പന്മാരെ തടയുവാൻ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫെൻസിങ് ഇടുകയാണ്, സൗരോർജ്ജ വേലി സ്ഥാപിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് MLA ആ വിഷയത്തിൽ ഇടപെട്ടത്. അതിന് അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക്. അതായത് 20 ലക്ഷം രൂപ അനുവദിപ്പിച്ചുകൊണ്ട് 6 കിലോമീറ്റർ ദൂരം ഫെൻസിങ് ഇട്ടുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാനെ കൊണ്ടുള്ളൊരു വലിയ പ്രവർത്തനം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് സത്യത്തിൽ അത് മനസ്സിലാകുകയായിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ, വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ DFO ഉൾപ്പെടെ വന്ന് വലിയ രീതിയിലുള്ള ആ യോഗം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് അവിടെ ഫെൻസിങ് പൂർത്തിയായിട്ടുണ്ട്. 6 കിലോമീറ്ററിലേക്ക് പോയിട്ടില്ല, 4 കിലോമീറ്റർ ചില്ലറയാണ് പൂർത്തിയായിട്ടുള്ളത്. ബാക്കി അങ്ങോട്ടൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗമെല്ലാം പൂർത്തിയായി. എന്തായാലും ആ ഫെൻസിങ് ഇട്ടതിന് ശേഷം എനിക്ക് ഇവിടെ കാണുന്ന ഈ കയ്യാല ആന ഇവിടെ ചവിട്ടി മെതിച്ച് പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 1.5 മാസമായിട്ട് ആന ഇതിലേ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കയ്യാല ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ. ഇതിനകത്ത് മറ്റൊരു വിഷയം, ഈ സംഭവം ഉണ്ടായപ്പോൾ ഈ ചിറ്റാറിലെയും സീതത്തോട്ടിലെയും കോൺഗ്രസ്സുകാർ അതിനെ രാഷ്ട്രീയമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളിലേക്കൊരു കുത്തിത്തിരിപ്പിന് ഒരു വകയുണ്ടാക്കി. ഞാൻ പറഞ്ഞ ആ യോഗത്തിൽ ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് UDF നേതൃത്വം കൊടുക്കുന്ന പ്രസിഡൻ്റാണ്, UDFൻ്റെ പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. MLA ഫെൻസിങ്ങിന് വേണ്ടി 20 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, രാവിലെയും വൈകിട്ടും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശം എന്നുള്ള നിലയിൽ അസ്കാലൈറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപിക്കാൻ, വനം വകുപ്പിന് സെർച്ച് ലൈറ്റ് ഉൾപ്പെടെ ഒന്ന് കൊടുക്കാനെ കൊണ്ടൊരു 10,000 രൂപയെങ്കിലും പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ എന്നൊരു അഭ്യർത്ഥന ആ യോഗത്തിൽ ഒരു അഭ്യർത്ഥന ഉണ്ടായി. അപ്പോൾ ചിറ്റാർ പഞ്ചായത്തിലെ പ്രസിഡന്റ്, കോൺഗ്രസ്സുകാരനായ പ്രസിഡന്റ് എഴുന്നേറ്റ് പറഞ്ഞു, പഞ്ചായത്തിൽ മുട്ടുസൂചി മേടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റാർ പഞ്ചായത്തിലുണ്ടായ ഒരു വിഷയമാണ്. ആ വിഷയത്തെ പരിഹരിക്കാനെ കൊണ്ട് പഞ്ചായത്തിന് അടിയന്തരമായിട്ടൊരു 10,000 രൂപ ചിലവഴിക്കാനെ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരമുള്ളതാണ്. അതിനെ ആരും ചോദ്യം ചെയ്യത്തില്ല. ഞങ്ങളാരും പോയി ചോദിക്കത്തില്ല എന്തിനാ 10,000 രൂപ എടുത്ത് ചിലവഴിച്ചത് ചോദിക്കത്തില്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുപോലും ചെയ്യാൻ കഴിയാത്ത ആ പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെ ഇവിടുത്തെ പാവങ്ങളെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് റോഡ് ഉപരോധിച്ചു, ഒരു സമരം. വനം വകുപ്പ് താൽക്കാലികമായിട്ടൊരു സൂചനാ ബോർഡ് വെച്ചു.
ആനയുടെ സാന്നിധ്യമുള്ള റോഡാണ്, അതുകൊണ്ട് യാത്രക്കാർ സൂക്ഷിക്കണമെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. MP ആണെന്ന് തോന്നുന്നില്ലേ? ഈ MP ഇങ്ങോട്ട് വന്ന് എനിക്ക് തോന്നുന്നു വാർത്താ ചാനലുകളെയൊക്കെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രഹസനം. ഈ ബോർഡിനടുത്തോട്ട് വന്നപ്പോഴത്തേന് എന്താ ഒരു ബാധ കയറിയതുപോലെ തുള്ളി കുറഞ്ഞ് അദ്ദേഹം ബോർഡ് പിഴുതെടുത്തെറിഞ്ഞ് ആരാടാ ഇവിടെ കൊണ്ട് ബോർഡ് വെച്ചതെന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു ഷോ കാണിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഇത് നിങ്ങൾ ആനത്താരി ഒരിക്കൽ ബോർഡ് ഞാനാണ് പിടിച്ചത്, മാധ്യമപ്രവർത്തകരുടെ പിന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാടിനോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്ന MP ആയിരുന്നെങ്കിൽ 20 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട MLA മുടക്കിയ ഈ പദ്ധതിക്ക് ഒരു 10 പൈസയെങ്കിലും മുടക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫണ്ടില്ലേ? എന്തായാലും ഇപ്പം ഊരാമ്പാറ ശാന്തമാണ്. ഊരാമ്പാറയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. മറ്റ് ചിറ്റാറി ചില മേഖലകൾ ഇപ്പോഴും വന്യമൃഗശല്യം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണല്ലേ? ഇപ്പോൾ ഊരാമ്പാറയെ സംബന്ധിച്ച് ഇപ്പം ജനങ്ങൾക്ക് ഏത് പാതിരാത്രിയിലും പോകാനും വരാനും ഉള്ള സൗകര്യം MLA ഒരു 20 ലക്ഷം രൂപ മുടക്കി ഫിക്സിങ് നടത്തിയോടുകൂടി ഒരു വിഷയവും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ചില പ്രശ്നങ്ങൾ ചിലയിടത്തായിട്ട് ഉണ്ടെങ്കിൽ പോലും ഊരാമ്പാറ ഇപ്പോൾ ആനയുടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ. ഊരാമ്പാറക്കാരെ സംബന്ധിച്ചോളം ആനയെ കാണാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ ഇപ്പം ദിവസം? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ആന ഇല്ലാന്നും പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ പറഞ്ഞു നടക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിരുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ആന വരുമ്പോൾ തന്നെ ഭയങ്കര ജനമായിരുന്നു ആനയെ കാണാൻ. ആശങ്കയുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ വന്യജീവി സംരക്ഷണ നിയമം, അതിലെ പ്രധാനമായി ഇതിന് പരിഹാരമാണെങ്കിൽ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരണമെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം, രാഷ്ട്രീയ ആവശ്യം സംസ്ഥാന സർക്കാരും LDF ഒക്കെ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. അത്തരമൊരു കാര്യം കൂടിയല്ലേ യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടതും? തീർച്ചയായും 1972 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് ഈ വനനിയമം ഇത്രയും കർക്കശമാക്കിയത്. ഗവൺമെൻറ് നിലവിൽ വന്ന സമയത്ത് തന്നെ വനനിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്ന തരത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1972 ഈ വനനിയമം കൊണ്ടുവരുന്നത്, ശക്തമായ രീതിയിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം 7 തവണ ഇത് അമെൻഡ് ചെയ്തു. ആ അമെൻഡ് ചെയ്തപ്പോഴും 5 തവണയും കോൺഗ്രസ്സാണ് അധികാരത്തിലിരുന്നത്. ആ 5 തവണ ഈ വനനിയമം കൂടുതൽ കർക്കശമാക്കി ജനങ്ങളെ വേണ്ട, വന്യമൃഗങ്ങളെ മാത്രം മതി എന്ന തരത്തിലേക്ക് ഗവൺമെൻറ് നീങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വനനിയമങ്ങളെല്ലാം ഇത്തരം കർക്കശമായത്. നേരത്തെ വനത്തിൽ കയറാൻ കഴിയുമായിരുന്ന ആളുകൾക്ക് വന്യമൃഗങ്ങളെ കാട്ടിൽ നിന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വരാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരെ ഇപ്പം വനത്തിലെ മൃഗങ്ങളെ ആണ് ഏറ്റവും ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നത്. ജനങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതാണ് കേന്ദ്ര വനനിയമം ഇങ്ങനെ നിലനിന്നുകൊണ്ടിരുന്നത്. 2 തവണ BJP അധികാരത്തിൽ വന്നപ്പോഴും ഈ വനനിയമം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ ഈ വന്യമൃഗങ്ങളെ കൂടുതൽ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വന്യനിയമങ്ങളുടെ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ആ കാലഘട്ടം മുതൽ ഈ 2025 കാലഘട്ടം വരെ ആയപ്പോഴേക്കും വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. അത് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. മറ്റ് രാജ്യങ്ങളിൽ ക്ഷുദ്രജീവി നിയമങ്ങളൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട്. ക്ഷുദ്രജീവികളായിട്ടുള്ള ജീവികളെ കൊല്ലാനും അതിനെ ഭക്ഷിക്കാനുമുള്ള സാഹചര്യം വരെ പല രാജ്യങ്ങളിലുണ്ട്. പക്ഷേങ്കിൽ അത്തരത്തിലുള്ള നിയമം നമ്മുടെ ഈ വനനിയമം അമെൻഡ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി അമെൻഡ് ചെയ്യാൻ ഈ കാലാകാലങ്ങൾ വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ ആയാലും BJP സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ മലയോര മേഖലയുടെ യാത്ര എത്തുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഈ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയല്ലേ എന്നുള്ള കൂടിയാണല്ലോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു യാഥയുമായിട്ട് KPCC നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു ജാഥയുമായിട്ട് കടന്നു വരുന്നുണ്ട്. സത്യത്തിൽ ഇവർ കേന്ദ്ര നിയമത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. കേരളം എന്ത് ചെയ്യാൻ കഴിയും? കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ നിയമങ്ങളും എല്ലാ ജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് പിണറായി സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ കേന്ദ്ര നിയമമാണ് ഇതെല്ലാം, കേന്ദ്രത്തിലെ നിയമമാണ് അമെൻഡ് ചെയ്ത് കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടതിന് പകരം ഇത് പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് VD സതീശനും പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിൽക്കുന്നിടത്ത് നമ്മളൊരു ഭാഗത്ത് ആന മറിച്ചിട്ട ഭാഗമാണ് കണ്ടെങ്കിൽ ഈ ഒരു വേലി ഇപ്പോൾ 2 മാസമായിട്ട് ഇതും ആന മറിച്ചിടുന്നില്ല അല്ലേ? ഇല്ല, മറിച്ചിടുന്നില്ല. അപ്പോൾ കേന്ദ്ര നിയമമാണ് തിരുത്തേണ്ടതാണ് ചിറ്റാറുകാർക്കും കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ചിറ്റാറിലെ ആനശല്യം, ചിറ്റാറിലെ മുഴുവനായ പ്രദേശത്തെ അല്ല, നമ്മൾ ഈ സ്ഥലപ്പേര് ഇവിടത്തില് ഊരാമ്പാറയിലെ ആനശല്യം മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ള മേഖലയിലും ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നടപടി പുരോഗമിക്കട്ടെ. എന്തായാലും ഊരാമ്പാലക്കാർക്ക് ഊരാമ്പാലയിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ആന എത്തുന്നില്ല. അത് കൃത്യമായ സംസ്ഥാന സർക്കാരിൻ്റെയും MLA കോന്നി MLA KU ജനീഷ് കുമാറിൻ്റെയും ഇടപെടൽ മൂലം തന്നെയാണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. ചിറ്റാറിൽ നിന്ന് കൈരളി ന്യൂസിനുടെ ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജുറ്റി ബാബു.